പാലക്കാട് പന്നിയങ്കര ടോൾ ബൂത്തിൽ നിന്ന് നാളെ മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം. സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകേണ്ടി വരും. ഇടയ്ക്കിടെയുള്ള കരാർ കമ്പനിയുടെ ഇത്തരം ഭീഷണികൾ വിലപ്പോകില്ലെന്ന് പി സുമോദ് MLA. മുൻകൂട്ടി നിശ്ചയിക്കാതെ ടോൾ പിരിവ് നടത്താൻ പാടില്ല എന്ന മുൻ തീരുമാനത്തിൽ നിന്നും വിരുദ്ധമായുള്ള ഈ നീക്കം വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പന്നിയങ്കരയിൽ ഡിസംബർ 5-ാം തീയതി മുതൽ പ്രാദേശികമായ വാഹനങ്ങൾക്ക് ടോൾ പിരിക്കും എന്ന തീരുമാനം ഏകപക്ഷീയമായി കരാർ കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവിടെ ഇത്തരം പ്രശ്നങ്ങളില്ല. പ്രദേശവാസികൾക്ക് അവരുടെ ID പ്രൂഫോ അതല്ലെങ്കിൽ RC ബുക്കിൻ്റെ കോപ്പിയോ കാണിച്ചാൽ സൗജന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും യാത്ര ചെയ്യാൻ ആവശ്യമായ സാഹചര്യമുണ്ട്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ടോൾ പിരിക്കാൻ ആവശ്യമായ തീരുമാനത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മുൻകൂട്ടി അറിയിക്കാതെ പ്രാദേശികമായി ടോൾ പിരിക്കാൻ ആവശ്യമായ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ടോൾ കമ്പനി തുടർന്നാൽ അതിശക്തമായ ജനകീയ സമരത്തിന് പന്നിയങ്കര ടോൾ പാസ സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പ് ഇവിടെ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് മുൻ നിശ്ചയിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ഒരു നീക്കം നടത്താൻ പാടുള്ളൂ എന്നിരിക്കെ ഇതിപ്പോൾ എന്താണ് പെട്ടെന്ന് വീണ്ടും പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം? അതെന്തുകൊണ്ടാണ് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നത്? വീണ, ഈ പന്നിയങ്കര ടോൾ പാസയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സമീപത്തെ 6 പഞ്ചായത്തുകളിലെ യാത്രക്കാർക്ക് യാത്ര ഇളവ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും കരാർ കമ്പനി ഇവരിൽ നിന്നും ടോൾ പിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ നേരത്തെയും സമാന രീതിയിൽ ടോൾ പിരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയും അത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെക്കുകയും കളക്ടറും മറ്റുമൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും നാളെ മുതൽ വീണ്ടും ടോൾ പിരിക്കാനുള്ള ഒരു നീക്കമാണ് കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കും എന്നുള്ളതാണ് കരാർ കമ്പനി പറയുന്നത്. സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിക്കാതെ ടോൾ പിരിവ് നടത്താൻ പാടില്ലെന്ന് മുൻപ് കളക്ടറേറ്റിൽ ഉൾപ്പെടെ ഈ കരാർ കമ്പനിയും പ്രദേശവാസികളും സമരസമിതിയുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷെ അത്തരം തീരുമാനങ്ങളും മറ്റുമൊക്കെ വിരുദ്ധമായിട്ടുള്ള നീക്കം ഇപ്പോൾ കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളായ ആളുകൾ പറയുന്നത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വടക്കഞ്ചേരി ടൗണിലേക്കും മറ്റുമൊക്കെ ദിവസവും പോയി വരേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ടോള് ഈടാക്കുക എന്നുള്ളത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സമീപത്തെ 6 പഞ്ചായത്തുകളിലെ ജനങ്ങൾ പറയുന്നത്. നേരത്തെ തന്നെ ഈ ഇത്തരത്തിൽ വാളയാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ടോൾ പ്രദേശവാസികൾക്ക് സൗജന്യമായി കടക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പന്നിയങ്കരയിൽ മാത്രം ഈ കരാർ കമ്പനി ഇത്തരത്തിൽ തങ്ങളിൽ നിന്നും പ്രദേശവാസികളായിട്ട് പോലും തങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കങ്ങൾ ഇങ്ങനെ നിരന്തരം നടത്തുന്നു എന്നുള്ളതാണ് കരാർ കമ്പനി പറയുന്നത്. മാത്രമല്ല ഈ പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല പ്രദേശവാസികൾ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഈ കരാർ കമ്പനി പലയിടത്തും റോഡിന്റെ നിർമ്മാണത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും റോഡിന്റെ നിർമ്മാണം കൃത്യമായി പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ ഇത്തരത്തിൽ ഒരു കൊള്ളയാണ് നടത്തുന്നത് കരാർ കമ്പനി എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആരോപണം. അതേസമയം തന്നെ കരാർ കമ്പനി ടോൾ പിരിക്കുമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നാളെ മുതൽ ടോൾ പിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി നാളെ ഇത്തരത്തിൽ ടോൾ പിരിക്കുന്ന നീക്കവുമായി കരാർ കമ്പനി പോവുകയാണെങ്കിൽ പന്നിയങ്കര ടോൾ പാസയിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ്.